ജയ്സാർ വരുമ്പോഴൊക്കെ ഇവിടെ തന്നെയാണോ താമസിക്കാറ്? ஆமா ஆனா 2 வருஷமா அவர் இங்க வரதே இல்ல. അതെന്താ? இந்தியாவுக்கே வரதில்ல. அப்புறம் எங்க இருந்து இங்க வருவாரு? ഇയാൾ ആള് നല്ല മുറ്റ. അത് നിനക്ക് തോന്നുന്ന. അണ്ണൻ അങ്ങനെയൊന്നും അല്ല. അണ്ണനോട് കാണൂലോ, ഞങ്ങൾ പോയിച്ചു വരാം. 5 மணிக்கு மேல நான் இங்க இருக்க மாட்டேன். അതെന്താണാവോ? நான் வீட்டுக்கு போக வேண்டாமா? ഓ எனக்கு பொண்டாட்டி பிள்ளைங்க இருக்குல்ல. ഓ അതാണോ കാര്യം? അത് ഞാൻ സാറിനോട് പറഞ്ഞോളാം. അതെ, നേരെ ഇരുട്ടിയ പിന്നെ ചൊരി ഇറങ്ങാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോവാം. അപ്പൊ പാക്കലാം. அப்படின்னா இங்க அவர் மட்டும் தான் இருப்பாரா? എന്താ? இல்ல கேட்டேன். இவ்வளவு பெரிய இடத்துல தனியா இருக்க போறாருன்னு தான் கேட்டேன். അല്ല, ഒരു 10-200 പേരെ കൂടെ വാടകയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഇയാൾക്ക് വട്ടാ. വാ, ஒரு நிமிஷம் இருங்க, நானும் வரேன். എങ്കേ என்ன அப்படியே ஜங்ஷன்ல இறக்கி விட்டுருங்க. നിന്നെ ജംഗ്ഷനിലല്ല, നിന്നെ നാട്ടിൽ തന്നെ ഇറക്കി വിടണം. என்ன சொன்னீங்க? ഒന്നുമില്ലേ, ഏറിങ്കോ. அது പല ടൈപ്പും കണ്ടിട്ടുണ്ട്, ഈ ടൈപ്പ് ആദ്യമായിട്ടാ. ഇയാളെന്താ പൊട്ടം കടിച്ച മാതിരി? എന്താ? அவரை காணுங்க. എന്താ? காலையில வரும்போதே பார்த்தேன், காணும். எங்க போனாருன்னே தெரியல. അദ്ദേഹം എവിടെ പോയി? தெரியலங்க, நான் எல்லா இடமும் பார்த்துட்டேன். നിങ്ങൾ എപ്പോഴാ വന്നേ? நான் கொஞ்சம் முன்னாடி தாங்க வந்தேன். நான் வரும்போது இந்த வீட்டு வேலைக்காரி இங்கதான் இருந்தா. എന്നിട്ട് അവരെവിടെ? அவங்க வேலை முடிச்சுட்டு அப்பவே போயிட்டாங்க. நான் அவங்க கிட்டயும் கேட்டேன், அவங்களும் பார்க்கலையாம். ഇത് വലിയ പുലിവാലായല്ലോ. മണി 12 കഴിഞ്ഞു. ഇങ്ങേരിത് എവിടെ പോയി? நான் அப்பவே சொன்னேன்ல, എന്ത്? அவரை இங்க தனியா விட்டுட்டு போக வேண்டாம். നീ എപ്പോഴാ சொன்னேടോ? പറ. அந்த வராரே, அவருக்கு ஒன்றும் ஆகாதுன்னு சொன்னேன்ல. നിങ്ങൾ എപ്പോ എത്തി? ഞങ്ങൾ ഇപ്പൊ എത്തിയതേ ഉള്ളൂ സാറ്. ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ, എന്തെങ്കിലും ഒരു സ്പാർക്ക് കിട്ടുമെന്ന്. ഒരു ഫലവുമില്ല. അതൊക്കെ കിട്ടും സാർ. ഒരുപാട് ദൂരം നടന്നുകൊണ്ടാവും വല്ലാത്ത ക്ഷീണം. ഞാനൊന്ന് റൂമിലേക്ക് ചെല്ലട്ടെ. ശരി சார், உங்களுக்கு சாப்பாடு ரூம்ல இருக்கு. താങ്ക്സ്. സെൽവ എന്തിയെ? ഞാൻ കണ്ടില്ല. ഉങ്ങളുടെ ഫുഡ് എനക്ക് വേണ്ട, നായം വീട്ടിക്ക് പോയി സാപ്പിട്ടോളാം എന്നും പറഞ്ഞ് വീമ്പിളക്കിട്ട് അയാള് പോയി. ആണോ? പാവം. അയ്യോ പാവോ, അയാളുടെ വർത്താനം കേട്ട ചത്ത് കിടക്കുന്നവൻ വരെ എണീറ്റ് തല്ലിട്ട് പോവും. ഹലോ, നമസ്കാരം സർ. ഇല്ല സർ, ഇന്നു മുതൽ എഴുതി തുടങ്ങും. അതെ സർ, ഞങ്ങൾ ഇവിടെ തന്നെ താമസം. യെസ് സർ. താങ്ക് യു സർ. ഓക്കെ, ബൈ. ജയദേവ് സാറാ, വിശേഷം അറിയാൻ വേണ്ടി വിളിച്ചതാ. നമുക്ക് എപ്പോ ആവശ്യമുള്ള ഫണ്ട് എന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടെന്ന്. നല്ല കാര്യം. പ്രൊഡ്യൂസർ ആയാലും ഇങ്ങനെ ഇരിക്കണം. പിന്നെ ഇവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ വിളിച്ചു പറയണമെന്നും പറഞ്ഞു. ഫണ്ട് എത്തിയാ പിന്നെ എന്ത് പ്രോബ്ലം? നോ പ്രോബ്ലം. വേണ്ടല്ലോ. നോ താങ്ക്സ്.
മൊബൈൽ എവിടെ? ആരാ? എന്താ? എവിടെ? ആരും കണ്ടിട്ടില്ലെന്നൊക്കെ പറഞ്ഞ എന്താണ്? ആരെങ്കിലും ഉണ്ടോ അവിടെ? എനിക്കത്ര വിശ്വാസം എന്താ എന്താ ഒരു ശബ്ദം? മോളിൽ നിന്നാണല്ലോ. അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ. അയ്യോ, മൊബൈൽ പോയി. അയ്യോ, ഈശ്വരാ, ചിദംബരേശ്വരം രാമനാരായണം. ഈശ്വരാ.